നിങ്ങൾ എത്ര നന്നായി എന്നെ നോക്കി. ഈ നന്ദിയൊക്കെ ഒരിക്കലും ഞാൻ മറക്കില്ലെന്ന് എന്നോട് പറഞ്ഞവളാ. ആ അനന്യ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു വാക്ക് എന്നോട് ചോദിക്കാൻ തോന്നിയില്ലല്ലോ അവൾക്ക്. ഛേ, നാശം പിടിച്ച അനന്യ എവിടുന്ന് കിട്ടി ഇവളെ? എന്താ രാജേശ്വരി വെറുതെ പ്രവൃത്തിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ. വാ വാ വാ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എവിടെങ്കിലും ഒരു യാത്ര പോയിട്ട് വരാം. ഒന്നും മിണ്ടാതിരിക്കാവോ? എന്താ ഇത് തമാശയാണോ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? എന്റെ മകനെ രാജകുമാരനാക്കാമെന്നാണ് ഞാൻ കരുതിയത്. അവനാകൂടി, നിന്റെ സ്വപ്നമെല്ലാം സഫലമാകും. എന്തിനാ നിരാശപ്പെടുന്നത്? ഈ വീട്ടിലേക്ക് ഇപ്പൊ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ. അവൾ വന്ന ശേഷ എനിക്ക് വിഷമം. നീ പേടിക്കുന്നതിലും കാര്യമുണ്ട്. നമ്മുടെ വിക്രമും സരോജവും ഇതുപോലെയാ. അഭയം കൊടുക്കാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നു. ആ പെണ്ണ് ആരാ എന്താന്നൊന്നും അറിയില്ല. അവൾക്കിവിടെ അഭയം കൊടുത്തെന്ന് വെച്ചോ. നാളെ ഇവർക്ക് കുട്ടികളുണ്ടായില്ലെങ്കിൽ ഈ പെണ്ണിനെ ദത്തെടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെണ്ണിന് ഈ സ്വത്തെല്ലാം കാണുമ്പോ ആഗ്രഹം തോന്നിയാലോ? അവരെ രണ്ടുപേരെയും പറ്റിച്ചാൽ, വിക്രമും സരോജവും പറ്റിക്കപ്പെട്ടാൽ? നിങ്ങളുടെ സുഭദ്രമായി തികഞ്ഞ ഒരു ശിവഭക്തയാ ഈ നാശം പിടിച്ചവളെ അവിടുന്ന് കിട്ടിയത്. ഇവളെ ദൈവം അയച്ചതാ, ദൈവത്തിന്റെ പ്രസാദം എന്നൊക്കെ പറഞ്ഞ് ഇതെന്റെ കൊച്ചുമോളാണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും പിന്നെ കാശിക്ക് പോകുന്നതായിരിക്കും നല്ലത്. മക്കളുണ്ടാകാതിരിക്കാൻ പാലിൽ എന്തോ മരുന്ന് കലക്കി കൊടുക്കുന്നില്ലേ? അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഞാൻ കൊടുത്തോളാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ നശിച്ചവളെ ഇവിടുന്ന് ഓടിക്കണം. ആ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി തരാം. വേണ്ടി വന്നാൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ അവളെ ഞാൻ മാച്ചു കളയും. നാടില്ല, പേരില്ല, തെരുവിൽ കിടന്നവളാ. അനാഥകളെ കൊല്ലുന്നത് വളരെ എളുപ്പമാ. അവര് ചത്താല് ചോദിക്കാനും ആരുമില്ല. അതുകൊണ്ട് അനന്യയുടെ കാര്യം എനിക്ക് വിട്ടേക്ക്. എന്റെ ഈ കൈകൊണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും ആ നാഗകന്യകയും നാഗമണിക്കും കയ്യിൽ നിന്ന് വഴുതി പോവാ. ഇനി എന്താണ് സ്വാമി? ആ നാഗമാണിക്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്? അമ്പലത്തിലെ പൂജാരി വരെ കൊല്ലേണ്ടി വന്നു. രുദ്ര, അവൻ അത്രയേ ആയുസുണ്ടായിരുന്നുള്ളൂ. മരിച്ചുപോയി. അവന്റെ മരണം എന്തുകൊണ്ട് നല്ലതാണ്? നമ്മൾ രണ്ടുപേരും ചെയ്തത് ഒരു നല്ല കാര്യമാണ്. എന്ത് നല്ല കാര്യമാണോ എന്തോ? അങ്ങല്ലേ എന്നോട് പറഞ്ഞത് സ്വാമി? അവൾ ഇനി ഒരിക്കലും ഈ ദുർഗാപുരിയിൽ ഉണ്ടാവുകയില്ലെന്ന്. ദുർഗാപുരിയിൽ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ദുർഗാപുരിയിലേക്ക് വരില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ പൂജാരിക്കും നാഗകന്യകയ്ക്കും ഇടയിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. അത് എനിക്കറിയാം. ഈ പൂജാരി മരിച്ച വാർത്ത ആ നാഗകന്യക അറിഞ്ഞാൽ അവൾ ആ ക്ഷേത്രത്തിനുള്ളിൽ ഉറപ്പായിട്ടും എത്തിയിരിക്കും. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ നാഗകന്യയ്ക്ക് വേണ്ടി കാത്തിരിക്കട്ടെ സ്വാമി. എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ ഇപ്പൊ തന്നെ പോവാം. എന്താ? ഞാൻ കാത്തിരിക്കുന്നു, ഞാൻ നാഗകന്യകയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവളെ രക്ഷപ്പെട്ടു പോവാണല്ലോ സ്വാമി. നീ ഒന്ന് ക്ഷമിക്ക. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അവളെ തളയ്ക്കാം. എന്റെ വലയത്തിനുള്ളിൽ ആ നാഗകന്യക കുടുങ്ങിയേ മതിയാകൂ. ജയ് മഹാകാല. ക്ഷേത്രത്തെ ചുറ്റി ഞാനൊരു വലയം വരച്ചിട്ടുണ്ട്. ലക്ഷ്മണരേഖയെ പോലെ ഈ ഭൈരവൻ വരച്ച മായാവലയം പരാജയപ്പെടുകയില്ല. പൂജാരി മരിച്ചതുകൊണ്ട് ആ നാഗകന്യക നമ്മളെ അന്വേഷിക്കും. ആ കിഴവന്റെ മരണവാർത്ത അവൾ അറിയുന്നതും അവൾ ആ ക്ഷേത്രത്തിലേക്ക് എന്തായാലും ഓടിയെത്തും. ഒരു തവണ ഞാൻ വരച്ച മായാവലയം അവൾ മറികടന്നാൽ അവൾക്ക് പിന്നെ തിരിച്ചു പോകാനാകില്ല. അവളുടെ പൂജയും പ്രാർത്ഥനയും പുണ്യവും ഒന്നും തന്നെ അവളെ എന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കാനാകില്ല.
ഒരു തവണ ആ നാഗകന്യക എന്റെ വലയത്തിലേക്ക് കടന്നാൽ പിന്നെ ആ നാഗകന്യക നമുക്ക് സ്വന്തം. ആദ്യം അവളെ ആ പൂജാരിയുടെ മരണവാർത്ത അറിയിക്കണം. അതുടനെ ഞാൻ അറിയിക്കും. നാഗമാണിക്യത്തിന് ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് എന്റെ ശരീരത്തിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? തന്നേക്ക്, നാഗമാണിക്യം തന്നേക്ക്. അത് ഞങ്ങളുടെ വംശത്തിൽ ചേരേണ്ടതാണ്. നാഗമാണിക്യവുമായി തക്ഷകവനത്തിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? സ്വാർത്ഥനാണ് നീ ഒരു സ്വാർത്ഥനാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും അപകടം പിടിച്ച ഒന്നാണ്. നാഗമാണിക്യം തിരിച്ചുതാ, നാഗമാണിക്യം തിരിച്ചുതാ. തന്ന വാക്ക് പാലിക്കാതെ നീ സ്വാർത്ഥനായി നടക്കുകയാണോ? നിന്റെ വംശം മുഴുവൻ വേരോടെ നശിപ്പിക്കാതെ ഞാൻ അടങ്ങില്ല. ഞാൻ കൊടുക്കില്ല, കൊടുക്കില്ല, ഞാൻ കൊടുക്കില്ല. എന്ത് കൊടുക്കില്ലെന്ന് ഏട്ടാ? നിങ്ങളെന്താ ഇങ്ങനെ വേർക്കുന്നേ? ഹേമ, അത് പിന്നെ ഒരു ദുസ്വപ്നമായിരുന്നു. നീ കിടന്നോളൂ. ഇത് മൂന്നാമത്തെ തവണ എങ്ങനെ ഞെട്ടി എണീക്കുന്നേ? കൊടുക്കില്ലെന്നും പറയുന്നു. നിങ്ങൾ പേടിച്ചിരിക്കാണല്ലോ. എന്ത് പറ്റി? ആ സ്വപ്നം എന്താണെന്ന് പറയൂ. ഒന്നുമില്ല ഹേമ, അതൊരു ദുസ്വപ്നമായിരുന്നു. നീ കിടന്നോളൂ. അനന്യ, നീ നാഗരൂപത്തിലേക്ക് മാറിയില്ലെങ്കിൽ നിന്റെ മരണം ഉറപ്പാണ്. ഒരു ദിവസത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും നീ നാഗരൂപം കൈക്കൊണ്ടേ മതിയാകൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവന് തന്നെ ആപത്താണ്. സമയം 12 മണിയായി. എനിക്ക് നാഗരൂപത്തിലേക്ക് മാറണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈശ്വര, എന്നെ രക്ഷിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. ഇവര് കാണാതെ എങ്ങനെയാ പുറത്തിറങ്ങുക? ഒരു പക്ഷെ ഇവരാരെങ്കിലും ഞാൻ നാഗമായി മാറുന്നത് കണ്ടുപിടിച്ചാലോ? പക്ഷേ നാഗരൂപത്തിലേക്ക് മാറാതിരിക്കാനാവില്ല. ഞാൻ നാഗരൂപത്തിലേക്ക് മാറുന്നത് ആരുടെ കണ്ണിലും പെടാനും പാടില്ല. അഥവാ കണ്ട ഞാൻ പാമ്പാണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യും. ദൈവമേ, അങ്ങ് തന്നെ എന്നെ രക്ഷിക്കണം. ഈ സമയത്ത് ഇവൾ എന്ത് ചെയ്യുക? കള്ളന്മാരെ പോലെ എങ്ങോട്ട് പോകുന്നു?
ഈ പാതിരാത്രിയിൽ ഇവിടുന്ന് എങ്ങോട്ട് പോവാ? എന്തോ ഒരു കാര്യമുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അല്ല, ഇതെങ്ങോട്ടാ പോയത്? തൊട്ടുപുറകെ ഞാനുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന കണ്ടാണല്ലോ. പിന്നെ എങ്ങോട്ടാ മാഞ്ഞു പോയത്? നല്ല കാര്യം, എന്തായാലും വീട്ടിൽ നിന്ന് പോയല്ലോ, അത് നന്നായി. ഈ കാര്യം രാജേശ്വരിയോട് പറഞ്ഞ് ഹീറോ ആയിട്ട് തന്നെ കാര്യം. രാജി, രാജി, രാജി വേഗം വാ. രാജി, രാജി വേഗം വാ. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? ആ അനനെ കൊണ്ട് സമാധാനമില്ല, നിങ്ങളെ കൊണ്ട് ഉറക്കവുമില്ല. മനസമാധാനം പോയാൽ അതിന്റെ പുറകെ ഉറക്കവും പോവും രാജി. അനന്യെ പോലുള്ള ആൾക്കാര് നമ്മുടെ പ്ലാൻ കാണുമ്പോൾ തന്നെ മായയായിട്ട് മറഞ്ഞു പോവും. നിന്റെ സമാധാനം പോവില്ല, സമാധാനം വരും. എന്തിനാ ഇപ്പൊ ഈ രാജി രാജി എന്ന് വിളിച്ചോണ്ടിരുന്നത്? അത് പറ. നിങ്ങൾ വല്ല പാമ്പിനെ എങ്ങനെ കണ്ടോ? അതൊന്നും അല്ലെന്നേ, നിനക്ക് സന്തോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു. അനന്യയുടെ കാര്യത്തില്. കൊല്ലുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്താ കൊന്നോ? അല്ലടി, ഞാൻ കുറച്ച് വിരട്ടി, വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കളഞ്ഞു. വലിയൊരു കാര്യമാണല്ലോ നിങ്ങൾ ചെയ്ത്. അനന്യ വീട് വിട്ട് പോയിരിക്കുന്നു, അനന്യ പോയിരിക്കുന്നു, അനന്യ പോയിരിക്കുന്നു, വിക്രം, അനന്യ നമ്മുടെ വീട് വിട്ട് പോയടാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അങ്ങനെയാണോ? സരോജ, 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 സരോജ. എന്തിനാ വിക്രം നീ ഉച്ചയെടുക്കുന്നത്? അമ്മേ, അന്നനെ വീട് വിട്ടു പോയെന്ന് ചെറിയച്ഛൻ കണ്ടു അത്രേ. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യവും ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ഈ സമയത്ത് ഇറങ്ങിപ്പോയെങ്കിൽ അവൾ കള്ളിയായിരിക്കും. കിട്ടിയതെടുത്തോണ്ട് പോയിട്ടുണ്ടാവും. ചെറിയമ്മേ, അന്നന്യ അങ്ങനെ ഒരു പെണ്ണല്ല. അവളെ പറ്റി ഇങ്ങനൊന്നും പറയരുത് പ്ലീസ്. എന്തു ചേട്ടാ, എന്താ പ്രശ്നം? അനന്യ വീട് വിട്ടു പോയെന്ന് ഈ നേരത്ത് എവിടെ പോയി അന്വേഷിക്കാനാ? അവൾ എന്റെ റൂമിൽ കിടന്ന് ഉറങ്ങാം. അവളിവിടെ ഉണ്ടല്ലോ. ദേവ, നീ എന്തെങ്കിലും സ്വപ്നം കണ്ടതായിരിക്കും. ഇല്ല ഇല്ല, ഇവള് പുറത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാ. അതെല്ലാം നിന്റെ തോന്നല. പോയി ഉറങ്ങ്, എല്ലാം ശരിയായിക്കോളും. സ്വപ്നമല്ല, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കണ്ടു കണ്ടു. ഈ ദേവനിന്ന് എന്തോ പറ്റിയിട്ടുണ്ട്. ദേ, ഇവിടെ നിൽക്കുന്ന ഈ അനന്യ പുറത്തു പോയെന്ന് ഇവൻ പറയുന്നു. എല്ലാരും പോയി ഉറങ്ങാൻ നോക്ക്, ചെല്ല്. സാധാരണ പെണ്ണല്ല ഈ അനന്യ. ഇവള് പുറത്തു പോകുന്നത് ഞാൻ കണ്ടതാ. വീട്ടിലെ കഥക് ഞാനല്ലേ പൂട്ടിയത്. നമ്മുടെ വീട്ടിനുള്ളിലേക്ക് വരാൻ ഒരു വാതിലല്ലേ ഉള്ളൂ. പിന്നെങ്ങനെയാ അകത്ത് വന്നത്? എന്തിനാ പുറത്തു പോയത്?
എന്തു പറ്റി അച്ഛാ? എന്തിനാ അച്ഛൻ നിലവിളിച്ചത്? ഇല്ല അർജുൻ. എന്താ അച്ഛാ, പാമ്പിനെ വല്ലതും കണ്ടോ? സത്യം പറയച്ചാ. അപ്പൊ പാമ്പിനെ കണ്ടു. അങ്ങനെയാണെങ്കിൽ പാമ്പിനെ എവിടെ കണ്ടെന്ന് പറയേ. അർജുൻ, പാമ്പുമില്ല, ഒന്നുമില്ല. നീ ചെല്ല്. എനിക്കറിയാം അച്ഛാ, ഇവിടെയൊന്നും പാമ്പുമില്ല, ഒന്നുമില്ല എന്ന്. കൺഫ്യൂസ് ആയല്ലേ? ഞാൻ അച്ഛനെ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ. അർജുൻ, എപ്പോഴും ഇങ്ങനെ തമാശ കളിക്കരുത്. എനിക്ക് ചില ബിസിനസ് പരമായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നോട് ക്ഷമിക്കച്ച. അത് എന്റെ മുത്തശ്ശിയാണെങ്കിൽ വെറുതെ ഒരു ഉറുമ്പ് കടിച്ച് ഈ വീട്ടിൽ ആരെങ്കിലും കരഞ്ഞാൽ പോലും അവരാദ്യം പറയുന്നത് ഹോമം പാതിക്ക് വെച്ച് നിന്നു പോയതുകൊണ്ട് ഇവിടെ പാമ്പ് വല്ലതും വന്നു എന്നല്ലേ. അതുപോലെ ഞാനും പറഞ്ഞു എന്നേ ഉള്ളൂ. അതച്ഛന് ഹേർട്ടായെങ്കിൽ സോറി. അച്ഛാ, അച്ഛൻ എവിടെയെങ്കിലും ഇടി കിട്ടിയോ? ഇല്ല മോനെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. നിന്റെ ചോദ്യമൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് പോകാമായിരുന്നു. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. അച്ഛന്റെ മൂഡ് ശരിയല്ലാന്ന് തോന്നുന്നു. എന്നാ ശരി അച്ഛാ. അർജുൻ, സോറി മോനെ, ദേഷ്യത്തിൽ പറഞ്ഞതാ. മനസ്സ് ശരിയല്ല. സാരമില്ല അച്ഛാ, എനിക്കൊരു വിഷമവും ഇല്ല. ബട്ട് വൺ റിക്വസ്റ്റ്, എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കൂളായിട്ടിരിക്കണം. എല്ലാം ശരിയാവോന്നേ. അച്ഛന്റെ മൂഡ് ഓക്കെ ആകുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. എന്താന്ന് വെച്ചാൽ എനിക്ക് അച്ഛനോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജി, ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് തരാമോ? നിങ്ങളെന്നിട്ട് കുടിച്ചു. അറിയാം നീ എന്താ ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്ന്. ഈ അനന്യ വന്നതിന് ശേഷം നിനക്ക് എന്നോടുള്ള വിശ്വാസവും പോയി കിട്ടി. പിന്നെന്തിനാ കള്ളം പറഞ്ഞേ? പേടിപ്പിച്ച് വീട്ടിൽ നിന്ന് അവളെ ഓടിച്ചെന്ന്. അവൾ പോയി എന്നുള്ള സന്തോഷത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് നാണം കിട്ടു. എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അവൾ പുറത്തേക്ക് പോകുന്നത്. വിരട്ടി എന്ന് പറഞ്ഞത് വെറുതെയാ. പക്ഷെ പുറത്തു പോയത് സത്യമാ. എന്റെ കണ്ണുകളിൽ ഫോട്ടോ പോലെ പതിഞ്ഞിട്ടുണ്ട്. എന്നെ വിശ്വസിക്ക് രാജി. ജോക്കർ, നമ്മൾ ഈ വീട്ടിലെ ജോക്കർ മാത്രമായി. അനന്യയുടെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. നീ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും രാജി? ശരി പോട്ടെ, ഈ ദേഷ്യമെങ്കിലും കുറയ്ക്ക്. പക്ഷേ ഇന്നലെ രാത്രി അവള് മുൻവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയത് എവിടെ വേണമെങ്കിലും ഞാൻ വന്ന് പറയും. എവിടെ പോയെന്നാ? അവള് റൂമിനകത്ത് നിന്നാ വന്നത്. ഞാനും കണ്ടതല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. വന്ന് തിന്ന് തൊലയ്ക്ക്. ഇവളെന്നെ കളിയാക്കുകയാണല്ലോ. തിന്ന് തൊലയ്ക്കാൻ എന്ന് വെച്ചാ ഞാനൊരു വേസ്റ്റാണെന്നാണോ? അനന്യ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. അവൾ പുറത്തേക്ക് പോകുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാനാണ് മുൻവശത്തെ കതക് പൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവൾ എങ്ങനെയാ അകത്തേക്ക് വന്നത്? അതാലോചിച്ച് ഭ്രാന്ത് പിടിക്കുക. കതക് തുറന്നിട്ടില്ല, ജനലും തുറന്നിട്ടില്ല. എങ്ങനെയാ വന്നത്? എന്തായാലും അനന്യക്കൊരു കെണി വെക്കേണ്ടതുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിന്റെ രഹസ്യം ഞാൻ മനസ്സിലാക്കും. എന്താണ് കുട്ടിച്ചാമ്പ്യൻ മല്ലി, ഇന്ന് നല്ല സ്വീറ്റ് ആണല്ലോ. അമ്പമ്പമ്പമ്പോ, നീ ഇങ്ങനെ പഠിക്കുന്ന കണ്ട ഉറപ്പായിട്ട് നിനക്ക് റാങ്ക് കിട്ടും തോന്നും. എന്താ നീ ഒന്നും മിണ്ടാത്തെ? എന്താ പറയണോ? നീ ഇങ്ങനെ മുഖത്തടിച്ച പോലെ സംസാരിക്കല്ലേ.